നമസ്കാരം, ഞാൻ ആഷ്മി തോമസ്. ഷിക്കിന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഹമാസ് എല്ലാ ആയുധങ്ങളും തുരങ്കാടിസ്ഥാന സൗകര്യങ്ങളും ഉപേക്ഷിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പരാമർശം. കലാഷ്നിക്കോവ് റൈഫിളുകൾ മാത്രം കൈവശം വെച്ചിരിക്കുന്ന ഏകദേശം 20,000 പേർ ഹമാസിന്റെ പക്കലുണ്ടെന്നും ഭീകര സ്വേച്ഛാധിപത്യം തുടരാൻ ആഗ്രഹിക്കാത്തവരെ വെടിവെക്കാൻ അവർ അവ ഉപയോഗിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസ് ഭീകരർക്കാകെ 60,000 AK റൈഫിളുകളുണ്ട്. 100 കിലോമീറ്ററുകളുള്ള ഭീകര തുരങ്കങ്ങളുണ്ട്. ഇതെല്ലാം തകർക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഗാസയിൽ ഒരു അന്താരാഷ്ട്ര സേനയെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ അത് ഫലവത്തായില്ല. പക്ഷേ ഞങ്ങളതിന് ഒരു അവസരം നൽകും. ഇല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ ചെയ്യുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 9 കരാറിന്റെ ആദ്യഘട്ടം ഒപ്പുവെക്കുന്നതിന് തൊട്ടുമുൻപ് ഭീകരസംഘം നിരായുധീകരണത്തിന് സമ്മതിച്ചതായി US ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഹമാസ് ഇത് ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ 2025 സൈനിക പ്രവർത്തനങ്ങളുടെ രൂപരേഖ പുറത്തുവിട്ട് സൈന്യം. ഗാസ, ലബനൻ, വെസ്റ്റ് ബാങ്ക്, ഇറാൻ, യമൻ എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് സൈന്യം പുറത്തുവിട്ടത്. റിപ്പോർട്ട് അനുസരിച്ച് IDF ഈ വർഷം ഏകദേശം 3,07,000 റിസർവ് സൈനികരെ അണിനിരത്തി. എല്ലാ യുദ്ധമുഖങ്ങളിലുമായി ഏകദേശം 430 ഓപ്പറേഷനുകൾ നടത്തി. ഏകദേശം 20,900 ലക്ഷ്യങ്ങൾ ആക്രമിച്ചു. ഗാസ മുനമ്പിൽ ഏകദേശം 14,000 ഭീകരർ കൊല്ലപ്പെട്ടതായും ആയുധ ഡിപ്പോകളും കമാൻഡ് സൗകര്യങ്ങളും ഉൾപ്പെടെ 19,500-ലധികം ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടതായും സൈന്യം പറഞ്ഞു. ലബനിൽ ഏകദേശം 380 ഹിസ്ബുള്ള ഭീകരരെ കൊലപ്പെടുത്തിയതായും ഏകദേശം 1000 ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായും IDF റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ഓപ്പറേഷന്റെ ഭാഗമായി ഡസൻ കണക്കിന് മുതിർന്ന ഭരണകൂട വ്യക്തികളും 11 ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഈ വർഷം യുദ്ധത്തിൽ 91 സൈനികർ വീരമൃത്യു വരിച്ചതായും 821 പേർക്ക് പരിക്കേറ്റതായും IDF റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിൽ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് അടക്കം 2 ഡസൻ രാജ്യാന്തര സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം വിലക്കിയതായി ഇസ്രായേൽ അറിയിച്ചു. വിലക്ക് നാളെ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ വ്യവസ്ഥകൾ സന്നദ്ധ സംഘടനകൾ പാലിച്ചില്ലെന്നും ചിലർ ഹമാസ് ഭീകരരുമായി സഹകരിക്കുന്നുവെന്നും ആരോപിച്ചാണ് നടപടി. വൈദ്യസഹായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് സന്നദ്ധ പ്രവർത്തകരുടെ വ്യക്തിവിവരങ്ങൾ കൈമാറിയില്ലെന്നും ആക്ഷേപമുണ്ട്. നോർവീജിയൻ റെഫ്യൂജി കൌൺസിൽ, കെയർ ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റി തുടങ്ങിയവയും നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നു. ഈ വർഷമാണ് സന്നദ്ധ സംഘടനകൾ ഗാസയിൽ പ്രവർത്തിക്കാൻ ഇസ്രായേൽ പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നത്. പലസ്തീൻ സ്റ്റാഫിന്റെ മുഴുവൻ വ്യക്തിവിവരങ്ങളും നൽകണമെന്നതാണ് പുതിയ വ്യവസ്ഥ. അമേരിക്കൻ സൈന്യത്തെ യുക്രൈനിൽ വിന്യസിക്കുന്നതിനെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് ആലോചിക്കുന്നുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. സുരക്ഷാ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടായിരിക്കും യുക്രൈൻ എടുക്കുക എന്നും സെലൻസ്കി പറഞ്ഞു. വെടിനിർത്തലിന് തൊട്ടു പിന്നാലെ റഷ്യൻ പ്രകോപനങ്ങൾ തടയുന്നതിനായി US സൈനികരെ വിന്യസിക്കുന്നതിനും പ്രത്യേക നിരീക്ഷണ ദൌത്യം ഏർപ്പെടുത്തുന്നതിനും ചർച്ചകൾ നടന്നുവരികയാണെന്നും സെലൻസ്കി സ്ഥിരീകരിച്ചു. 20 ദിന സമാധാന പദ്ധതിയുടെ ആദ്യ രേഖകളിൽ ജനുവരിയിൽ ഒപ്പുവെക്കുമെന്നും സെലൻസ്കി പ്രഖ്യാപിച്ചു. റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിന്റെ വാൾഡായിലെ വസതിയിൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ സൈനിക വിന്യാസ സാധ്യതയെക്കുറിച്ച് സെലൻസ്കി വെളിപ്പെടുത്തിയത്. റഷ്യയുടെ അവകാശവാദങ്ങൾ നിഷേധിച്ച സെലൻസ്കി ഇത് വ്യാജ വാർത്തയാണെന്നും പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നും പറഞ്ഞു. വിജയകരമായ സമാധാന ചർച്ചകളെ അട്ടിമറിക്കാൻ പുടിൻ ശ്രമിക്കുകയാണെന്നും സെലൻസ്കി ആരോപിച്ചു. ആണവശേഷിയുള്ള ഒറേഷ്നിക് മിസൈലുകൾ ബെലാറസിൽ വിന്യസിച്ചെന്ന് സ്ഥിരീകരിച്ച് റഷ്യ. ബെലാറസിൽ വിന്യസിച്ചതോടെ റഷ്യൻ ആണവ മിസൈലുകൾക്ക് യൂറോപ്പിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൂടുതൽ വേഗത്തിൽ എത്താൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 5,500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് യൂറോപ്പിൽ എവിടെയും ആക്രമണം നടത്താൻ സാധിക്കും. നാറ്റോ അംഗങ്ങളായ പോളണ്ട്, ലിത്വാനിയ, ലാത്വിയ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബെലാറസ്. ഒറേഷ്നിക് മിസൈലുകൾ രാജ്യത്തിന്റെ നിശ്ചിത പ്രദേശങ്ങളിൽ സൈനിക ദൌത്യം ആരംഭിച്ചുവെന്ന് ബെലാറസിന്റെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നാണയപ്പെരുപ്പവും ഇറാനിയൻ നാണയമായ റിയാലിന്റെ മൂല്യവും ഇടിഞ്ഞതിനെ തുടർന്നും ഇറാനിൽ വലിയ പ്രതിഷേധം. ടെഹ്റാൻ ഉൾപ്പെടെ നിരവധി പ്രധാന നഗരങ്ങളിലാണ് പ്രതിഷേധം. പിന്നാലെ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റസ ഫാർസിൽ രാജിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കരാജ്, ഹമേദാൻ, ഇസഫാൻ, ഷിറാസ് തുടങ്ങിയ നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടായി. ചിലയിടങ്ങളിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഇറാനിൽ അധികാരം കൈവശം വെച്ചിരിക്കുന്ന പരമോന്നത നേതാവ്
ആയത്തുള്ള അലി ഖമേനിയെ പരാമർശിക്കുന്ന തരത്തിൽ സ്വേച്ഛാധിപതിക്ക് മരണം തുടങ്ങിയ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി വിദ്യാർത്ഥികളും പ്രതിഷേധങ്ങളിൽ പങ്കുചേർന്നു. പാശ്ചാത്യ ഉപരോധവും രാജ്യത്തെ സാമ്പത്തിക ഭദ്രത കൈകാര്യം ചെയ്യുന്നതിനുമുണ്ടായ പിഴവാണ് പണപ്പെരുപ്പം വലിയ തോതിൽ ഉയർത്തിയത്. നൈജീരിയയിലെ അദമാവയിലെ 3 ഗ്രാമങ്ങളിൽ ബൊക്കോ ഹറാം നടത്തിയ ആക്രമണങ്ങളിൽ 14 പേർ കൊല്ലപ്പെടുകയും 4 പേരെ കാണാതാകുകയും ചെയ്തതായി റിപ്പോർട്ട്. സാഹ്, മുബാങ് യാദുൽ, കിജിങ് എന്നീ ഗ്രാമങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെടുകയും തീയിടുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് നിരവധി ഗ്രാമീണർ സുരക്ഷയ്ക്കായി പലായനം ചെയ്തു. ഭീകരവാദവുമായി ബന്ധമുള്ളതിനാൽ ആക്രമണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ അദമാവ സംസ്ഥാന പോലീസ് കമാൻഡ് വിസമ്മതിച്ചു. അതേസമയം ഗ്രാമീണരെ സംരക്ഷിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി സുരക്ഷാ സേനയെയും അധിക ഉദ്യോഗസ്ഥരെയും ഗ്രാമങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തെ പൗരന്മാർക്ക് അമേരിക്കയിൽ പ്രവേശനം നിഷേധിച്ച ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് ശക്തമായ തിരിച്ചടിയുമായി മാലിയും ബുർക്കിനോ ഫാസോയും. അമേരിക്കൻ പൗരന്മാർക്ക് തങ്ങളുടെ രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ 2 പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളും ഇതിനെതിരെ പ്രതികരിച്ചത്. ഡിസംബർ 16-ന് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ യാത്രാ നിരോധന പട്ടികയിൽ മാലിയെയും ബുർക്കിനോ ഫാസോയും ഉൾപ്പെടുത്തിയിരുന്നു. നിലവിൽ സൈനിക ഭരണത്തിന് കീഴിലുള്ള ഈ 2 രാജ്യങ്ങളും അമേരിക്കയുമായി അത്ര നല്ല ബന്ധത്തിലല്ല. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്നാരോപിച്ചാണ് ട്രംപ് ഭരണകൂടം ഈ രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞത്. എന്നാൽ അമേരിക്കൻ പൗരന്മാർക്ക് ഏർപ്പെടുത്തിയ ഈ പുതിയ വിലക്ക് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കാൻ ഇടയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗിനിയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സൈനിക ഭരണത്തലവൻ ജനറൽ മമാദി ദുബൂയ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഡിസംബർ 28-ന് നടന്ന വോട്ടെടുപ്പിൽ ഏകദേശം 86% വോട്ടുകൾ നേടിയാണ് അദ്ദേഹം അധികാരമുറപ്പിച്ചത്. 4 വർഷം മുൻപ് അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത മമാദി ദുബൂയ്ക്ക് ഈ വിജയം അടുത്ത 7 വർഷത്തേക്ക് കൂടി പ്രസിഡന്റായി തുടരാൻ അവസരം നൽകും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു നാടകമാണെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാന എതിരാളികളെ മത്സരത്തിൽ നിന്ന് വിലക്കിയതായും വോട്ടെടുപ്പിൽ വലിയ ക്രമക്കേടുകൾ നടന്നതായും അവർ കുറ്റപ്പെടുത്തി. ജനവികാരം തടയാനായി വോട്ടെണ്ണൽ സമയത്ത് രാജ്യത്ത് ഇന്റർനെറ്റിനും സോഷ്യൽ മീഡിയയ്ക്കും സൈനിക ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഷെക്കീന വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.